iPhone യൂസേഴ്സിന് അവരുടെ iPhoneന്റെ സേഫ്റ്റി വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സെറ്റിംഗ്സ് ആണ് ഞാൻ ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സേഫ്റ്റി സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കും അഥവാ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ആളുടെ അനുവാദമില്ലാതെ ആരെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ഒരു ഡേറ്റാസും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ലോക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് കൂടുതലും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് പേരൻസിനാണ്. അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഫോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫോൺ കൊടുക്കുന്ന സമയത്ത് അവർ ഈ ഒരു ഫോൺ ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ക്ലാസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ ആ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു കാര്യങ്ങൾക്കും ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സെറ്റിംഗ് എങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്ന് ഇവിടെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടന്റ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മുകളിലൊരു ടോഗിൾ കിട്ടുന്നതായിരിക്കും. ഈ ടോഗിൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഐട്യൂൺസ് ആൻഡ് ആപ്പ് സ്റ്റോർ പർച്ചേസ് എന്ന് പറഞ്ഞ സെക്ഷൻ കിട്ടുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു 3 ടോഗിളും ഓഫ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. കാരണം നമ്മളിപ്പം ഫോൺ കൊടുക്കുന്ന സമയത്ത് അവർ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിനകത്ത് ഗെയിംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിം കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോഗിൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരു പാസ്വേഡ് അടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. ഇവിടെ കണ്ടും ഇന്ന പർച്ചേസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് റിയൽ പൈസ കൊടുത്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഗെയിം കളിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ബാങ്ക് അക്കൗണ്ട് കാലിയാക്കി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി ന്യൂസൊക്കെ നമ്മൾ ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ഇന്ന പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് ഡോണ്ടലോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്ക്രീൻ ടൈമിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ഇത് അലോ ആക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു രീതിയിൽ ഇന്ന പർച്ചേസസ് ഫോണിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം ഡോണ്ട് അലോ ആക്കിയിട്ട് കൊടുക്കുക. ഡോണ്ട് അലോ ആക്കി കഴിഞ്ഞാൽ ഇനി ഒരു ഫോണിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒരു ആപ്പ് ഡിലീറ്റ് ആക്കി കാണിച്ചു തരാം. ഞാനൊരു പിക്സാർട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ആക്കാൻ നോക്കുവാണ്. അപ്പോൾ റിമൂവ് ആപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടും റിമൂവ് ഫ്രം ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ നമുക്കിവിടെ കിട്ടത്തുള്ളൂ. ഡിലീറ്റ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടത്തില്ല. ഇത് ഹോം സ്ക്രീനിൽ നിന്ന് മാത്രമേ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റത്തുള്ളൂ. പെർമനൻ്റ് ആയിട്ട് ഫോണിൽ നിന്ന് റിമൂവ് ആക്കാൻ നമുക്ക് പറ്റത്തില്ല. അഥവാ നമുക്ക് റിമൂവ് ആക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഡിലീറ്റിംഗ് ആപ്സ് നമ്മൾ എലോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് ഈ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിലീറ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സെറ്റിംഗ് ഇനേബിൾ ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ തൊട്ട് താഴെ കാണാൻ പറ്റും അലൗഡ് ആപ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണേണ്ട ആപ്സ് നിങ്ങൾക്ക് ഇവിടെ ഇനേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടികൾ ഉപയോഗിക്കേണ്ടെന്ന് തോന്നുന്ന ആപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കണ്ട് നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ആപ്സ് ഇതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്സിൽ നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഇതൊക്കെ ഇനേബിൾ ചെയ്താൽ മാത്രമേ നമുക്കിത് ഹോം സ്ക്രീനിൽ കാണിക്കത്തുള്ളൂ. അടുത്ത തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാട്ടും അത്യാവശ്യം ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ഫോണിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് കാട്ടും മ്യൂസിക്, പോഡ്കാസ്റ്റ് ആൻഡ് ന്യൂ ഫിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞ ഒരു സെക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നമുക്കിപ്പം കുട്ടികൾക്കാണെങ്കിൽ ഒരു ഫോൺ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലീൻ അഥവാ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ മ്യൂസിക്കൊക്കെ വരുമ്പോൾ ഒരു 18+ കണ്ടൻറ്റൊക്കെ അതിനകത്ത് ഒഴിവാക്കിയിട്ടായിരിക്കും ഈ രീതിയിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. അല്ലാതെ നോർമലായിട്ടുള്ള രീതിയിലുള്ള സോങ്സ് ഒന്നും അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മ്യൂസിക് വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങളിപ്പം സ്റ്റോറിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ മ്യൂസിക് പ്രൊഫൈൽസ് ഉണ്ട്, മൂവീസ് ഉണ്ട്. മൂവീസൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഡോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂവീസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. പിന്നെ താഴേക്ക് വന്നതിന് ഇവിടെ കണ്ടും വെബ് സെർച്ച് ഉണ്ട്. വെബ് സെർച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോ ചെയ്യുക അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇവിടെ കണ്ടും മൾട്ടിപ്ലെയർ ഗെയിംസ്, ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുന്നത്. അതിപ്പം ഒത്തിരി ഓൺലൈൻ ഗെയിംസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്നത്. അവിടെ വന്നിട്ട് ജസ്റ്റ് ഡോണ്ടല്ലോ കൊടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലെയർ ഗെയിംസ് ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ കാണട്ടെ ആഡിങ് ഫ്രണ്ട്സ് ഉണ്ട്. ഗെയിം സെൻറ്ററിലേക്ക് ഫ്രണ്ട്സിനെ ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് ഗെയിം കളിക്കുന്ന പരിപാടികളുണ്ട്. പിന്നെ വന്നാൽ ഇവിടെ കാട്ടും സ്ക്രീൻ റെക്കോർഡിങ് നമുക്കിവിടെ ഫോണിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ നോർമൽ എല്ലാവരും ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡിങ് നമുക്കിവിടെ മുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇത് പ്രസ് ചെയ്ത് നമുക്കിവിടെ സ്ക്രീൻ റെക്കോർഡ് ആവുന്നതായിരിക്കും. ഇവിടെ വന്നിട്ട് നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ആവുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ഡോണ്ടല്ലോ കൊടുക്കുകയാണെങ്കിൽ ഇനി നമ്മുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിങ് വർക്ക് ആവത്തില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ആ ഒരു റെക്കോർഡിങ് വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡിങ് നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ സ്ക്രീൻ റെക്കോർഡിങ് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വന്നിട്ട് നിയർ ബൈ പ്ലേയേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രൈവറ്റ് മെസ്സേജിങ് ഉണ്ട്, അത് ഡിസേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ കുറച്ചും കൂടെ പ്രൈവസി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് തൊട്ട് താഴെ നിന്ന് ഇവിടെ കണ്ട് പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്.
താഴെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം ഇതാണ്. അതായത് ഇപ്പം ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഫോൺ കൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ഈ ഒരു ഫോൺ അവരിൽ നിന്നും ലോക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സെറ്റിംഗ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ട് പാസ്വേഡ് ചേഞ്ചസ് ഉണ്ട്, അക്കൗണ്ട് ചേഞ്ചസ് ഉണ്ട്, സെല്ലുലർ ഡേറ്റ ചേഞ്ച് ഉണ്ട്, റെഡ്യൂസ് ലൗഡ്സ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ആദ്യത്തെ 3 സെറ്റിംഗാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടും ഇവിടെ വന്നാൽ എനിക്ക് നോർമൽ ഇതിനകത്ത് പോയിട്ട് എൻ്റെ ഒരു സെറ്റിംഗ് എനിക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എനിക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഉണ്ട് ഈ സ്ക്രീൻ ടൈമിനകത്ത് പോയിട്ട് കണ്ടന്റ് റെസ്ട്രിക്ഷൻ എടുത്തിട്ട് നേരെ താഴെ വന്ന് ഇവിടെ ഉണ്ട് ഞാൻ ഈ പാസ്വേഡ് ചേഞ്ചസ് ഞാൻ ഡോണ്ട് അലോ കൊടുക്കുന്നുണ്ട്, അക്കൗണ്ട് ചേഞ്ചസ് ഡോണ്ട് അലോ കൊടുക്കുന്നുണ്ട്, സെല്ലുലർ ചേഞ്ചസ് ഡോണ്ട് അലോ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പുറത്ത് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സെക്ഷൻ ഇനി ആക്റ്റീവ് അല്ല, ഇത് ഓഫായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓഫായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് പോയിട്ട് നമുക്ക് ഈ ഒരു ID കാര്യങ്ങളൊന്നും ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, പാസ്വേഡ് ചേഞ്ചസ് ഒന്നും തന്നെ പറ്റത്തില്ല. അതാണ് നമുക്ക് ഈ ഒരു സെറ്റിംഗ് കൊണ്ടുള്ള മെയിൻ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഫേസ് ID പാസ്വേഡ് എന്ന സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഇവിടെ കാണത്തില്ല. അതായത് നമുക്ക് ആ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ട എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ഫോണിൽ കംപ്ലീറ്റ് ആയിട്ടും ഡിസേബിൾ ആയിട്ടുണ്ട്. ഇത് നിങ്ങളിവിടെ വന്നിട്ട് ഫേസ് ID പാസ്വേഡും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഫേസ് ID അറ്റൻഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പോയിട്ട് നമുക്ക് പാസ്വേഡ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അല്ല നമ്മളിവിടെ വന്നാൽ ഫേസ് ID പാസ്വേഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമുക്ക് ഇതിനകത്ത് കാണത്തില്ല. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ നേരെ താഴെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ജസ്റ്റ് ഇനേബിൾ ആക്കി കൊടുക്കുക. ഇനേബിൾ ആയിട്ട് നിങ്ങൾ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടോഗിൾ നിങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ടോഗിൾസും നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് ഫോണിൻ്റെ സേഫ്റ്റി കുറച്ചും കൂടെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് ഫേസ് ID പാസ്വേഡ് വരിക. ഫേസ് ID പാസ്വേഡ് വന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ നേരെ താഴെ വന്നാൽ നിങ്ങൾക്കിവിടെ കാണിട്ടും നോട്ടിഫിക്കേഷൻ സെൻറ്റർ, കൺട്രോൾ സെൻറ്റർ, ലോക്ക് സ്ക്രീൻ വെച്ചിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓഫ് ചെയ്തിടുക. ഇത് ഓണാക്കി വെച്ചാൽ കുഴപ്പമൊന്നും. ഇപ്പോൾ എൻ്റെ ഫോൺ ലോക്ക് ആണെങ്കിലും ഞാൻ ജസ്റ്റ് അൺലോക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ വന്നിട്ട് ഈ ഒരു സെറ്റിംഗ്സ് എല്ലാം എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ നോട്ടിഫിക്കേഷൻസ് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, കൺട്രോൾ സെൻറ്ററും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് ഈ ഒരു ഫോൺ ആരെങ്കിലും കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്ന ഫോൺ ഈ ഒരു രീതിയിൽ എയർപ്ലെയിൻ മോഡ് ഇട്ടിട്ട് നെറ്റ്വർക്കിൽ നിന്ന് ഓഫ് ചെയ്യാനായിരിക്കും അവർ ആദ്യം ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ ഇവിടെ വരിക, ഫേസ് ID പാസ്വേഡിനകത്ത് പോവുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു 3 ടോഗിൾ നിങ്ങൾ ജസ്റ്റ് ഓഫ് ചെയ്തിടുക. ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോഗിളൊന്നും നമുക്ക് ഓൺ ആക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ അവർക്ക് ഇപ്പോൾ ആരെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ സെൻറ്ററും ആ നോട്ടിഫിക്കേഷൻ സെൻറ്ററും ഒന്നും അവർക്ക് എടുക്കാൻ പറ്റത്തില്ല, എയർപ്ലെയിൻ മോഡൊന്നും ഇടാനും പറ്റത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രൈവസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കുട്ടികൾക്കും ഫോൺ കൊടുക്കുക. പിന്നെ നമുക്ക് ആരെങ്കിലും ഈ ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനി അവർക്ക് ഈ ഒരു ഫോൺ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. കാരണം ഈ രീതിയിൽ ഇനി കംപ്ലീറ്റ് ആയിട്ടും ഫോർമാറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഡേറ്റാസ് അവർക്ക് എടുക്കാൻ പറ്റില്ല. ഫോർമാറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു ഫോൺ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുള്ളൂ. ഈ രീതിയിലാണ് നമ്മുടെ ഐഫോൺ സേഫ്റ്റി കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ പരപടങ്ങളിൽ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. See you.